हमारा खून सस्ता नहीं है, हमें जीने दो, हमें जीने का हक है, हमारे खून की कदर करो, कुछ लाज रखो। ഒടുവിൽ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ജയിലിൽ UAPA ചുമത്തി ജയിലിൽ കഴിയുന്ന ജമ്മു കാശ്മീരിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം എഞ്ചിനീയർ റാഷിദ് പാർലമെന്റിലെത്തി. ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് അദ്ദേഹം ആദ്യമായി പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. 2 ദിവസത്തെ പരോളാണ് ദില്ലി ഹൈക്കോടതി എഞ്ചിനീയർ റാഷിദിന് അനുവദിച്ചിരിക്കുന്നത്. തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് 2019 മുതൽ ജയിലിൽ കഴിയുകയാണ് എഞ്ചിനീയർ റാഷിദ്. ഭീകരവാദ വിരുദ്ധ നിയമം അനുസരിച്ചാണ് എഞ്ചിനീയർ റാഷിദ് ജയിലിൽ കഴിയുന്നത്. എന്നാൽ ഇത്തവണ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബാരാമുള്ളയിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനായി റാഷിദിന് കോടതി പരോൾ അനുവദിക്കുകയും ചെയ്തു. നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് എഞ്ചിനീയർ റാഷിദ് ആദ്യമായി പാർലമെൻറ്റിലേക്ക് എത്തുന്നത്. ഇപ്പോഴാദ്യമായാണ് പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ റാഷിദിന് കോടതി പരോൾ നൽകുന്നത്. ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് എഞ്ചിനീയർ റാഷിദ് പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. രാവിലെ തന്നെ രാംമനോഹർ ലോഹിയ ആശുപത്രിയിലെ മെഡിക്കൽ ചെക്കപ്പിന് ശേഷം 9 സെക്യൂരിറ്റി ജീവനക്കാർ റാഷിദിനെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നീട് പാർലമെൻറ്റിൻ്റെ സംരക്ഷണ ചുമതലയുള്ള CISFന് കൈമാറി. പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് റാഷിദിന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള അനുവാദമില്ല. കാരണം അദ്ദേഹം ജയിൽ തടവുകാരനാണ്, ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയാണ്. പാർലമെൻറ്റ് എത്തിയപ്പോഴും അദ്ദേഹം സുരക്ഷാ സൈനികർക്കെതിരായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. സുരക്ഷാ സൈനികരുടെ വെടിയേറ്റ് മരിച്ച ട്രക്ക് ഡ്രൈവറുടെ കാര്യം ഉയർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. 0 അവറിൽ ശൂന്യവേളയിലായിരുന്നു റാഷിദിന് സംസാരിക്കാൻ അനുവാദം കിട്ടിയിരുന്നത്. 10 മണിക്കൂർ നേരത്തേക്കാണ് റാഷിദ് ലോക്സഭയിലെത്തിയതെങ്കിലും കേവലം 1 മിനിറ്റ് മാത്രമാണ് അദ്ദേഹത്തിന് സംസാരിക്കാൻ അനുവാദം കിട്ടിയിരുന്നത്. അതേസമയം നിർമ്മല സീതാരാമൻ ബജറ്റിനെ സംബന്ധിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഇടയ്ക്ക് കയറിയെങ്കിലും നിർമ്മല സീതാരാമൻ റാഷിദിനെ അവഗണിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വാക്കൗട്ട് നടത്തി പിന്നീട് തിരിച്ചു വന്നു. തൻ്റെ പ്രസംഗത്തിൽ ഹമാര ഖൂൻ സസ്ത നഹിയേ, ഞങ്ങളുടെ രക്തത്തിന് വിലക്കുറവില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു. അവർ ബ്ലഡ് ഈസ് നോട്ട് ചീപ്പ്, അലോ us ടു ലീവ്, വി ഹാവ് ദ റൈറ്റ് ടു ലീവ് എന്നാണ് ഒരു ഇംഗ്ലീഷ് പത്രം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനെ പരിഭാഷപ്പെടുത്തിയത്. പാർലമെൻറ്റ് സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൈത്രയുമായും സംസാരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ നാഷണൽ കോൺഫറൻസ് അംഗങ്ങളായ 2 പാർലമെൻറ്റ് അംഗങ്ങളുമായാണ് അദ്ദേഹം സംസാരിച്ചത്. പാർലമെൻറ്റ് അംഗം എന്ന നിലയിലല്ലാതെ മറ്റാരുമായും സംസാരിക്കാൻ അദ്ദേഹത്തിന് അനുവാദമുണ്ടായിരുന്നില്ല. പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ് MPയും പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയുമായ ചരൺ സിംഗ് ചന്നിയുമായും അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. केरन और मच्छल ये कुपवारा के नॉर्थ कश्मीर के बहुत ही फार फ्लंग कट ऑफ एरियाज हैं. वहाँ टनल की व्यवस्था चाहिए. 6 महीने कट ऑफ रहते हैं. 6 महीने कोई ट्रांसपोर्ट नहीं, कुछ नहीं. वो लोग 6 महीने भगवान भरोसे रहते हैं. तो मेरी सरकार से गुजारिश है कि वहाँ पे इन तीनों जगहों पे करना, मच्छल और केरन के लिए टनल की व्यवस्था की जाए. और साथ ही मेरी रिक्वेस्ट ये है कि वसीम अहमद मीर और मक्खन दीन, इन 2 का अभी पिछले आपने पढ़ा होगा पेपर में, इनकी डेथ हो गई. फोर्सेस के हाथ एलिजिबिलिटी, उसकी इन्वेस्टिगेशन होनी चाहिए. हमारा खून सस्ता नहीं है, हमें जीने दो, हमें जीने का हक है, हमारे खून की कदर करो, कुछ लाज रखो. क्या रोज वसीम मीर की जरूरत पड़ती है हमारे फोर्सेस को. इस बात की मेरी गुजारिश है अपनी सरकार से, इसकी फुल्ली इन्वेस्टिगेशन हो. और जिन लोगों ने उनको गोली मारी,